മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം മത്തായി അറിയിച്ചുകൊണ്ട് കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 23-ാം അധ്യായം 37-ാമത്തെ വാക്യം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 23 verse 37. ജെറുസലേം ജെറുസലേം, പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവരെ, ഇടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടുവാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു. പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു. ഒരു അനുസരണക്കേടിന്റെ ചിത്രമാണ് നമ്മളവിടെ കാണുന്നത്. പലപ്പോഴും അനുസരണക്കേട് നമുക്ക് ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം മാത്രമാണ്. എവിടെയൊക്കെ അനുസരണക്കേടുണ്ടോ അവിടെയൊക്കെ അതിന്റെ ദൂഷ്യഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. മക്കളെ, നിങ്ങള് ഇന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക, സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അപകടമാണ് എന്ന് സ്കൂളിൽ വെച്ച് പറഞ്ഞ നിമിഷങ്ങള് പലപ്പോഴും ഓർക്കാറുണ്ട്. സ്വീകരിച്ച് അതനുസരിച്ച് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം ഭംഗിയാകും. പലപ്പോഴും അത് സ്വീകരിക്കാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കുമ്പോൾ അത് അപകടത്തിലേക്ക് നമ്മളെ വലിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായതായി ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. അനുസരണക്കേടാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ഭാവമായി ബൈബിൾ എടുത്തു പറയുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാലും പലപ്പോഴും അനുസരണക്കേടിന്റെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത് നമുക്ക് അപകടമാണ് വരുത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ, ആ അപകടത്തിൽ നിന്ന് പിന്തിരിയുവാൻ നമുക്ക് കഴിയണമോ? അനുസരിക്കുന്ന മക്കളായി മാറും. അതിന് തടസ്സങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തുവാനുള്ള തീരുമാനം എടുക്കുകയാണ് രക്ഷയിലേക്കുള്ള മാർഗം. അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.